മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഇന്നലെ വൈകിട്ട് 6 മണിയോടെ 135.30 അടിയിലെത്തി. ശക്തമായ മഴ തുടർന്നാൽ റൂൾ കർവ് പ്രകാരം ഇന്ന് അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ തുറന്നേക്കും. നിലവിലെ റൂൾ കർവ് പ്രകാരം ജൂൺ 30 വരെ 136 അടി വെള്ളമാണ് തമിഴ്നാടിന് സംഭരിക്കാൻ കഴിയുക. അതിന് മുകളിലേക്ക് ജലനിരപ്പ് ഉയരാതെ നിർത്തേണ്ടതിനാലാണ് ഷട്ടറുകൾ തുറക്കേണ്ടി വരിക. 135 അടി പിന്നിട്ട് മുല്ലപ്പെരിയാർ ജലനിരപ്പ്. ഇന്ന് സ്പിൽവേ ഷട്ടറുകൾ തുറന്നേക്കും. ഇടുക്കിയിലും ജലനിരപ്പ് ഉയരുകയാണ്. ശക്തമായ മഴ വൃഷ്ടിപ്രദേശത്തുണ്ടായാൽ ഷട്ടറുകൾ തുറക്കാനാണ് സാധ്യത. ജലനിരപ്പ് 136 അടിയിൽ എത്തുമ്പോൾ ഷട്ടറുകൾ തുറക്കുമെന്ന തമിഴ്നാട് ജലസേചന വകുപ്പ് അറിയിച്ച സാഹചര്യത്തിൽ ഇടുക്കി ജില്ലാ ഭരണകൂടം മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിരുന്നു. പെരിയാർ, മഞ്ചുമല, ഉപ്പുതറ, ഏലപ്പാറ, അയ്യപ്പൻകോവിൽ, കാഞ്ചിയാർ, ആനവിലാസം, ഉടുമ്പൻചോല എന്നിവിടങ്ങളിൽ നിന്ന് 883 കുടുംബങ്ങളിലെ 3220 പേരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ കളക്ടർ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഇവർക്കായി 20ലധികം ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ട്. ഷട്ടറുകൾ തുറക്കേണ്ട സാഹചര്യമുണ്ടായാൽ പകൽ സമയത്ത് മാത്രമേ തുറക്കാവൂവെന്ന് തമിഴ്നാടിനോട് അഭ്യർത്ഥിച്ചതായി കളക്ടർ അറിയിച്ചു. ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്ന് ഇന്നലെ വൈകിട്ട് 2360 അടിയിലെത്തി. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണിത്. ജലനിരപ്പ് 5 അടി കൂടി ഉയർന്നാൽ മുന്നറിയിപ്പ് നൽകും. റൂൾ കർവ് നിയമം അനുസരിച്ച് ജലനിരപ്പ് 2365 അടിയിലെത്തിയാൽ ബ്ലൂ അലേർട്ട് നൽകും. ബ്ലൂ അലേർട്ട് പ്രഖ്യാപിച്ചാലും ഡാം ഉടൻ തുറന്നുവിടാൻ സാധ്യതയില്ല. 30 മുൻപ് 2373 അടി വെള്ളം ആയാൽ മാത്രമേ അണക്കെട്ട് തുറക്കേണ്ടി വരികയുള്ളൂ. ജൂലൈ 1 മുതൽ റൂൾ കർവ് 2375.33 അടിയായി ഉയരും. ഡാമിന്റെ വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞിട്ടും ഇപ്പോഴും അണക്കെട്ടിലേക്കുള്ള നീരൊഴുക്ക് ശക്തമാണ്. ഷെക്കൈന ന്യൂസ്, ഇടുക്കി.